വിഴിഞ്ഞം വിഴുങ്ങാൻ അദാനിയുടെ MSC തുറുപ്പുചീട്ട്. സർക്കാരിന് മുന്നിൽ പുതിയ ചൂണ്ടയെറിഞ്ഞ് അദാനി. നിക്ഷേപ വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ കള്ളക്കളികൾ. ഓഹരി മാറ്റം, നിയമത്തെ മറികടക്കാനുള്ള തന്ത്രം. തെളിയുന്നത് UDF സർക്കാരിന്റെ കോർപ്പറേറ്റ് വിധേയത്വമോ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ അദാനി ഗ്രൂപ്പ് നടത്തുന്ന പുതിയ നീക്കങ്ങൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ആഗോള കപ്പൽ ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ചേർന്നുള്ള പുതിയ ഓഹരി ഇടപാട് വൻ വികസന കുതിപ്പുണ്ടാക്കുമെന്ന് അദാനി ഗ്രൂപ്പ് അവകാശപ്പെടുമ്പോഴും ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. അദാനി വിഴിഞ്ഞം പോർട്ട് കമ്പനിയുടെ 49% ഓഹരികൾ MSCക്ക് കൈമാറാനുള്ള അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിരിക്കെയാണ് അദാനി ഗ്രൂപ്പ് പുതിയ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകിയാൽ വിഴിഞ്ഞത്ത് 16,744 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് പുതിയ വാഗ്ദാനം. നിലവിലെ 16 ലക്ഷം കണ്ടെയ്നർ വാർഷിക ശേഷി ഒറ്റയടിക്ക് 57 ലക്ഷമായി ഉയർത്തുമെന്നും കൊളംബോ തുറമുഖത്തെ ട്രാൻസ്ഷിപ്മെന്റ് ബിസിനസ് വിഴിഞ്ഞത്തേക്ക് മാറ്റുമെന്നും അദാനി ഉറപ്പു നൽകുന്നു. തുറമുഖ കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ അദാനിക്ക് നിയമപരമായ അവകാശമില്ല. വിഴിഞ്ഞത്തിന്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ പോകാതിരിക്കാൻ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന ഘട്ടത്തിലാണ് അദാനി ഗ്രൂപ്പ് ഈ തന്ത്രപരമായ നീക്കം പുറത്തെടുത്തിരിക്കുന്നത്. കോടികളുടെ നിക്ഷേപവും കൊളംബോയിൽ നിന്നുള്ള കപ്പലുകളും വാഗ്ദാനം ചെയ്ത് ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വികസന മോഹങ്ങളിൽ തളച്ചിടാനാണ് കോർപ്പറേറ്റ് ഭീമൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കരാറിലെ 5(9) വകുപ്പ് ഇത്തരത്തിലൊരു ഇടപാട് നടത്താൻ അനുമതി നൽകുന്നില്ല എന്നതാണ് വാസ്തവം. ഇത് മുൻ മന്ത്രിയും CPM നേതാവുമായ തോമസ് ഐസക് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കരാർ വകുപ്പ് പ്രകാരം അദാനി കമ്പനിയും സഹോദര സ്ഥാപനങ്ങളും വിഴിഞ്ഞം തുറമുഖത്തിന് 250 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു തുറമുഖത്തിലും 25%-ലധികം ഓഹരിയെടുക്കാൻ പാടുള്ളതല്ല. ഇതുപോലെ മറിച്ചും മറ്റു സമീപ തുറമുഖങ്ങളിൽ 25%-ലധികം ഉടമസ്ഥതയുള്ള ഒരു കമ്പനിക്കോ വ്യക്തിക്കോ വിഴിഞ്ഞം തുറമുഖത്തിൽ 25%-ലധികം ഓഹരി വാങ്ങാൻ അവകാശമില്ല. വിഴിഞ്ഞത്ത് നിന്നും 187 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തൂത്തുക്കുടി തുറമുഖത്തിൽ ഒരു ടെർമിനലിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഉള്ളവരാണ് MSC കമ്പനി. തൂത്തുക്കുടി തുറമുഖം കൊളംബോയിൽ നിന്നും വിഴിഞ്ഞത്ത് നിന്നും കണ്ടെയ്നറുകൾ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഈ ടെർമിനൽ വഴിയാണ്. നേരത്തെ കുളച്ചിൽ തുറമുഖം വികസിപ്പിക്കുന്നതിന് അദാനി താൽപര്യമെടുത്തിരുന്നുവെങ്കിലും ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറുകയായിരുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ 51% ഓഹരികൾ കൈവശം വച്ച് ബാക്കി 49% MSCക്ക് കൈമാറുന്നതിലൂടെ തുറമുഖത്തെ ഒരു സ്വകാര്യ കുത്തകാവകാശ മേഖലയാക്കി മാറ്റാനാണ് നീക്കം. ഇത് കോമൺ യൂസർ ടെർമിനൽ ആയി പ്രവർത്തിക്കുമെന്ന് അദാനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ മറ്റു ചെറുകപ്പൽ കമ്പനികൾക്ക് വിഴിഞ്ഞത്തേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടാനോ കനത്ത ചാർജ് ഈടാക്കാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കുന്നു. പുതിയ നിക്ഷേപ വാഗ്ദാനങ്ങൾ കേട്ട് ഓഹരി കൈമാറ്റത്തിന് UDF സർക്കാർ പച്ചക്കൊടി കാട്ടിയാൽ അത് കേരളത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തിന്മേലുള്ള കനത്ത പ്രഹരമായിരിക്കും. അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ നാളത്തെ സുരക്ഷാ പ്രശ്നങ്ങളെയും വരുമാന നഷ്ടത്തെയും കുറിച്ച് പഠിക്കാൻ സർക്കാർ ഗൗരവമായ താൽപര്യം കാണിക്കുന്നില്ല. വികസനത്തിന്റെ തിളക്കത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് കോർപ്പറേറ്റുകളുടെ കീശ വീർപ്പിക്കുന്ന നയമാണ് UDFന്റേത്. നിക്ഷേപങ്ങളുടെയും വമ്പൻ കപ്പലുകളുടെയും പേര് പറഞ്ഞ് കേരളത്തിന്റെ തന്ത്രപ്രധാനമായ ഈ തുറമുഖ മേഖല വിദേശ സ്വകാര്യ കുത്തകകൾക്ക് പങ്കിട്ടെടുക്കാൻ വിട്ടുകൊടുക്കരുത്. അദാനിയുടെ ഈ തന്ത്രപരമായ നീക്കത്തിന് മുന്നിൽ കീഴടങ്ങാതെ തുറമുഖത്തിന്റെ പരമാധികാരവും നിയന്ത്രണവും പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ കൈകളിൽ നിലനിർത്താൻ ആവശ്യമായ കർശന നിലപാടുകൾ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. വൻകിട വികസനത്തിന്റെ മറവിൽ വിഴിഞ്ഞം ഒരു കോർപ്പറേറ്റ് കോളനിയായി മാറാതിരിക്കാൻ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.